വസൂരിയും പേമാരിയും ഇല്ലായ്മകളുമുള്ള അറവുകാടും കളർക്കോടും പുന്നപ്രയും മാരാരിക്കുളവും. ആ ലോകത്ത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പിറന്നു. അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ 1923 ഒക്ടോബർ 20 ജനനം. പുന്നപ്രയിലെ ശ്രീനാരായണീയനായിരുന്നു അച്ഛൻ. വെന്തലത്തറയിലെ ജന്മിമാരായ പോറ്റിമാരുടെ 300-ാം പാടത്ത് സ്ഥലം പാട്ടത്തിനെടുത്ത് അത് പറമ്പാക്കി വീട് വെച്ചു അച്ഛൻ. മക്കളെ പുന്നപ്ര പറവൂർ സ്കൂളിലും കളർകോട് സ്കൂളിലുമായി ചേർത്തു. ജാതിവെറിയോട് സ്കൂളിലും പൊരുതേണ്ടി വന്ന കാലം. സവർണ വിഭാഗം കുട്ടികൾ മറ്റു കുട്ടികളെ തല്ലുന്നത് പതിവ്. VS അച്ഛനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒരു അരഞ്ഞാണമുണ്ടാക്കി കൊടുത്തു. അരയിൽ കെട്ടാനല്ല, ഊരി വീശിയടിക്കാൻ. VSന്റെ 4-ാം വയസ്സിൽ അമ്മ വസൂരിക്ക് കീഴടങ്ങി. വൈകാതെ അച്ഛനും പോയി. യാതനാപൂർണമായ കുട്ടിക്കാലം. അമ്മയെക്കുറിച്ച് ചോദിച്ചാൽ ഓലപ്പുരയുടെ മറവിൽ കിടത്തിയ ഒരു സ്ത്രീരൂപം മാത്രമേ ഓർമ്മയുള്ളൂ VSലെ കുഞ്ഞിന്. പഠിപ്പ് നിന്നതോടെ സഹോദരന്റെ തുന്നൽക്കടയിൽ പണി. അവിടെ വരുന്നവരിലൂടെ ലോകത്തെ അറിയാൻ തുടങ്ങി. 2ാം ലോക മഹായുദ്ധകാലം. ആസ്പിൻവാൾ കമ്പനി തൊഴിലാളികളുമായുള്ള പരിചയം പട്ടാള ടെന്റുണ്ടാക്കുന്ന പണിയിലേക്ക് VSനെയും എത്തിച്ചു. TV തോമസും R സുഗതനുമുള്ള യൂണിയൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സൈമൺ ആശാൻ ഒരു ദിവസം ഒരു കീറുകടലാസ് VSന് നൽകി. അങ്ങനെ പാർട്ടി അംഗമായി. സഖാവ് P കൃഷ്ണപിള്ള ഇടയ്ക്കിടെ വരും. ആ കമ്മ്യൂണിസ്റ്റിന്റെ വാക്കുകൾ ഏറെ സ്വാധീനിച്ചു. ചെറുകാലി വരമ്പത്ത് തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിച്ചു. കൂലി ചോദിക്കാൻ ചങ്കൂറ്റമുള്ള തൊഴിലാളികളെ സൃഷ്ടിച്ചു. 40കളിൽ ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ആദ്യമായി EMSനെ കേട്ടു. മുഹമ്മയിൽ AKG ഒളിവിൽ കഴിഞ്ഞ കാലത്ത് പാർട്ടിക്കത്തും പത്രങ്ങളും എത്തിച്ച സഖാവിന്റെ പേര് അച്യുതാനന്ദൻ എന്നാണ്. ചെത്തുതൊഴിലാളികളേതടക്കം വിവിധ യൂണിയനുകളിൽ സംഘടിപ്പിക്കാൻ ഓടി നടന്നു. അറസ്റ്റും ആദ്യ ജയിൽവാസവും അനുഭവിച്ചു. സഖാവ് കൃഷ്ണപിള്ള ഒരു ദിവസം പറഞ്ഞു, കായൽ നിലങ്ങളിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കണം. അങ്ങനെ കുട്ടനാട്ടിലെത്തി പാർട്ടി സെല്ലുണ്ടാക്കി. പകലന്തിയോളം തൊഴിലാളികൾക്കൊപ്പം വീടുകളിൽ പോയി ഭക്ഷണം ചോദിക്കും. അന്തിയുറങ്ങാൻ ഇടം കിട്ടിയാൽ കിടക്കും. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനം. പണിയാൾ തൊഴിലാളിയും പുറം തൊഴിലാളിയും ഉണ്ടായിരുന്ന കാലം. കൊയ്ത്തും മെതിയും കഴിഞ്ഞാൽ നെല്ലാണ് കൂലി. രാമങ്കരിക്കടുത്ത് മുട്ടാറിൽ കർഷക തൊഴിലാളികളുടെ സമ്മേളനം നടത്തി. മംഗലം കായൽ നിലത്ത് സമരവും. കറ്റമെതിക്കാതെ 12 ദിവസം സമരം. കൂലി ചോദിച്ച കമ്മ്യൂണിസ്റ്റുകാരെ ഭൂപ്രഭുക്കന്മാർ തല്ലി. അടികൊണ്ട പ്രസ്ഥാനം പക്ഷേ വളർന്നു. പുന്നപ്രവേലാർ സമരകാലത്ത് കളർകോട് ക്യാമ്പിന്റെ ചുമതല. പൂഞ്ഞാറിൽ ഒളിവ് ജീവിതം. ഒടുവിൽ അറസ്റ്റ്. ക്രൂരമർദ്ദനം. മരിച്ചെന്ന് കരുതി ചതുപ്പിൽ കൊണ്ടിട്ടതാണ് പോലീസ്. തിരിച്ചു വന്നവനാണ് VS. കാലിൽ ബയണറ്റ് കുത്തിയ പാട് മാഞ്ഞതേയില്ല. 1958 ദേവികുളത്ത് റോസമ്മ പുന്നൂസ് ജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിലെമ്പാടും ചെങ്കൊടികൾ ഉയർന്നപ്പോൾ VSനായിരുന്നു പാർട്ടി ചുമതല. 64 CPIM ഉണ്ടായി. VS സ്ഥാപക നേതാക്കളിൽ ഒരാളും. അമരാവതിയിൽ AKG ഭൂസമരം നയിച്ചപ്പോൾ കുട്ടനാട്ടിൽ VS സമരം നയിച്ചു. ഭൂപ്രഭുക്കന്മാരായ മുരിക്കന്മാരുടെയും കുട്ടുകപ്പള്ളിയുടെയും ഭൂമി പിടിച്ചെടുത്ത സമരം. 1967 ജൂലൈ 16 ആ ജീവിതത്തിലേക്കൊരാൾ കടന്നുവന്നു. വസുമതി. മുല്ലക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ പാർട്ടി നടത്തിയ വിവാഹം. ചടങ്ങ് കഴിഞ്ഞ് നേരെ VS പോയത് പാർട്ടി യോഗങ്ങൾക്ക്. P കൃഷ്ണപിള്ളയെ കണ്ടും കേട്ടും വളർന്ന കമ്മ്യൂണിസ്റ്റിന് ഏത് വെല്ലുവിളിയും ചങ്കൂറ്റത്തോടെ നേരിടലായിരുന്നു ജീവിതം. VS എന്ന പേരിന് ശരിക്കൊപ്പം നിന്നയാളെന്ന പര്യായം നൽകിയത് ഈ കേരളമാണ്. ഇതുപോലൊരു സഖാവ് ഇനിയുണ്ടാകില്ല. നൂറ്റാണ്ടിന്റെ കമ്മ്യൂണിസ്റ്റിന് ന്യൂസ് മലയാളത്തിന്റെ അന്ത്യാഭിവാദനം.